കളങ്കാവൽ കണ്ടു, വീട്ടിൽ വന്നു, സോഷ്യൽ മീഡിയ ഓപ്പണാക്കി നോക്കി, കംപ്ലീറ്റ് പോസിറ്റീവ് നല്ല സിനിമയൊക്കെ തന്നെയാണ്. പക്ഷേ എല്ലാവരും ഇങ്ങനെ തള്ളി മറിക്കുന്നതിന് മാത്രം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതായത് നെഗറ്റീവ് ഒട്ടും പറയുന്നില്ല, അതുകൊണ്ട് മാത്രം പറയുന്നുണ്ടെന്നുള്ളൂ. അതായത് നെഗറ്റീവ് എന്നല്ല, കല്ലുകടി ഉണ്ട്. അതായത് ചിലർക്കെങ്കിലും ഇത് ഒരു കല്ലുകടിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം പറയുന്നുള്ളൂ. അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ഈ ലോകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ സിനിമ മോശമാണെന്ന് എനിക്ക് എങ്ങും അഭിപ്രായമില്ല. ആരെങ്കിലും എന്നോട് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പടം, സൂപ്പർ, പോയി കണ്ടോട്ടെ എന്ന് പോയി കണ്ടോ, പൈസ പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ എന്നാ പ്രശ്നം എന്നായിരിക്കും ചോദിക്കുന്നത്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരുപാട് ആൾക്കാർ ഭീകരമായിട്ട് തള്ളി മറിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചുമ്മാ പല്ലും തേച്ചോണ്ട് നിൽക്കുകയെന്ന് വെച്ചോ, ആ ചേട്ടനോട് പോയിട്ട് ചേട്ടാ കളങ്കാവൽ കണ്ടില്ലേ? ഇല്ല കണ്ടില്ല, അയ്യേ അത്യാവശ്യമായിട്ട് കാണേണ്ട സിനിമ, കണ്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് കേട്ടോ എന്ന് പറയാനായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ കണ്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് പോകാം. ഇനി ഇത് എത്തരത്തിലുള്ള സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇപ്പം ഒരു ഫാമിലി പോയി കഴിഞ്ഞാൽ ഫാമിലിയിൽ മുതിർന്നവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കൊച്ചു പിള്ളേർക്ക്, ഒരു 5ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഇത് എത്രമാത്രം അവർക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് സംശയമുണ്ട്. ഓക്കെ, അത് നെഗറ്റീവ് അല്ല ഞാൻ പറഞ്ഞത്. കല്ലുകടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞ പോലെ ഫാമിലി പ്രേക്ഷകർക്ക് തള്ളി കയറാനായിട്ടുള്ള ഒരു ഇതില്ല. ഫാമിലി പ്രേക്ഷകർ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലായല്ലോ, അങ്ങനെയില്ല. പിന്നെ ഇതിനകത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് പറയുന്നുണ്ട്. മമ്മൂക്കയുടെ പെർഫോമൻസ് ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഒരു തള്ളിമറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കാരണം മമ്മൂക്ക ഇതിനു മുമ്പും പാലേരി മാണിക്യം, വിധേയൻ പോലുള്ള സിനിമകളിലൊക്കെ ഇതുപോലെയുള്ള ഏകദേശം ഇതിൻ്റെ ഒരു നിഴലടിക്കുന്ന പോലുള്ള ക്യാരക്ടറുകൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ അങ്ങനെയല്ല, അതുമായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആട്ടോ. പുള്ളിയുടെ അറിയാലോ, പുള്ളി ഭാഷ കൈകാര്യം ചെയ്യുന്നതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നൊന്നരയാണ് എല്ലാ സംഭവം. പക്ഷേ ഈ ആൾക്കാർ പറയുന്നത് പോലെ ഇതിന് മുമ്പ് നമുക്ക് ഇതുപോലെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടില്ല, ഇതാന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒട്ടുമിക്ക സിനിമകളും കാണുന്നില്ലേ. ഈ പറഞ്ഞ പോലെ വിധേയനിലും പാലേരി മാണിക്യത്തിലൊക്കെ അതുപോലെയൊക്കെ ചെയ്തിട്ടില്ല. പാലേരി മാണിക്യത്തിൽ പ്രത്യേകിച്ച് രണ്ടും ഈ സ്ത്രീകളുടെ പുറകെ നടക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ വിധേയനായാലും പാലേരി മാണിക്യമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറഞ്ഞോളൂ. പിന്നെ ആവർത്തന വിരസത, ഒരു പക്ഷേ ചിലർക്ക് ഈ ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട്. അതായത് നമ്മളുടെ ഇപ്പോൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂം കാണിക്കുകയാണെന്ന് വെച്ചോ, ഇത് ചുമ്മാ ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്തോട്ട് രോഗികൾ വരുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നു, ആ രോഗി പോകുന്നു, അടുത്ത രോഗി വരുന്നു, സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്നു, അതിനുശേഷം പുള്ളിക്കും പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നു, അയാളും പോകുന്നു. ഇങ്ങനെ ഓരോ രോഗികൾ വരുന്നു പോകുന്നു. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ആവർത്തന വിരസത തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ചില സീനുകളുണ്ട്. അതായത് ആവർത്തിക്കുന്ന പോലെ തോന്നി. ചിലർക്ക് അങ്ങനെ തോന്നാൻ സാധ്യതയുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നുണ്ടെന്നുള്ളൂ. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ കേരള കഫേ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? അതായത് പല സംവിധായകർ കൂടിയിട്ട് പല കഥകൾ. അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് C5-നകത്ത് മനോരഥങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വെബ് സീരീസ് ഇറങ്ങിയിരുന്നു. അത് ഈ പറഞ്ഞ പോലെ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്, ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോരോ സ്റ്റോറികൾ പോലെ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഇതിനകത്ത് വേറെ സ്റ്റോറി നല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്ക് ഈ എഴുതി കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കേരള കഫേ അല്ല, ആദ്യം ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, അതിനുശേഷം വേറെ ഏതാണ്ട് കഥയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ സെക്ഷൻ തീരുമ്പോഴും ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ സ്ക്രീനിൽ എന്ന് പറഞ്ഞ പോലെ ഈ സിനിമയിൽ അവിടെ എവിടെയെങ്കിലും ഓരോ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അതും ചിലർക്കൊരു കല്ലുകടിയായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ സിനിമയല്ല, അതായത് ഒരു ക്രൈം ത്രില്ലർ ആണ്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നൻപകൽ നേരത്ത് മയക്കമില്ലേ. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് നൻപകൽ നേരത്ത് മയക്കം പറഞ്ഞതുകൊണ്ട് അതുപോലെ തന്നെ ആയിരിക്കുന്ന സിനിമയാണെന്നൊന്നും വിചാരിക്കരുത്. നൻപകൽ നേരത്ത് മയക്കം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നുമല്ലോ. പിന്നെ മൊത്തം അത് സിനിമ കംപ്ലീറ്റ് ട്രൈപ്പോഡിലാണെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമല്ല. പക്ഷേ ആ ഒരു സ്റ്റൈൽ, അതായത് ഭീകരമായിട്ടുള്ള BGM അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. നമുക്ക് ആ കൂട്ടത്തിൽ, ആ സിനിമയുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിച്ച് ഇങ്ങനെ പോകും. BGM ഉണ്ടോ എന്ന് ചോദിച്ചാൽ BGM ഉണ്ട്. ആ കാര്യത്തിൽ എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. മജീദിൻ്റെ BGM എന്ന് പറയുന്നത് നമ്മളെ അതിനകത്തോട്ട് പിടിച്ച് വലിച്ചടിപ്പിക്കുക. അങ്ങനെ ഒരു സിനിമയാണ്. ഒരു സ്ലോ പോലെ ഇങ്ങനെ പോകുന്നു. ഇനി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ആരാണ് നായകൻ, ആരാണ് വില്ലൻ, ആരാണ് ക്രൈം ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ വില്ലനെ പിടിക്കുമോ, വില്ലനെ എങ്ങനെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്, ഇങ്ങനെ ഒരു യാത്രയാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ സസ്പെൻസ് ആയിട്ട് അയ്യോ ഇതാരായിരിക്കും ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത് അങ്ങനെ നമ്മൾ നോക്കി ഇരിക്കുന്നൊന്നുമില്ല. ആദ്യം തന്നെ ആരൊക്കെയാണ് കുറ്റവാളി, ആരാണ് നായകൻ എന്നെല്ലാം നമുക്ക് ഓൾറെഡി മനസ്സിലാവുന്നല്ല അവർ കാണിച്ചു തരും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ എങ്ങനെയാണ് ക്ലാഷ് ആകുന്നത്, അല്ലെങ്കിൽ നായകൻ വില്ലനെ എങ്ങനെയാണ് പിടിക്കുന്നത് എന്നാണ് ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എടുത്തു പറയേണ്ടത് വിനായകൻ്റെ അഭിനയം കേട്ടോ. അയ്യോ വിനായകൻ എന്ന് പറഞ്ഞാൽ അസാധ്യ നടന കേട്ടോ, പറയാതിരിക്കാൻ പറ്റുമല്ലോ. എന്തും ആയിക്കോട്ടെ, പുള്ളിയുടെ നടൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിനകത്ത് പുള്ളി ചെയ്തിരിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇച്ചിരി ഓവറായിട്ടൊക്കെ കൈയും കാലൊക്കെ അനക്കിയിട്ടൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണല്ലോ കൂടുതലും.
വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ എന്താ പറഞ്ഞാൽ നമ്മൾ ക്രൈം ബ്രാഞ്ചാണെന്ന് തോന്നുന്നു പുള്ളി. അപ്പോൾ അത് പുള്ളി ഇങ്ങനെ അങ്ങ് പോവുക. അതായത് കറക്റ്റ് പോലീസുകാരനാണെങ്കിൽ കറക്റ്റ് ആ പോലീസുകാരൻ്റെ മാനവസം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ഓവറാക്കിയിട്ടുമില്ല. ഒരു ഭയങ്കര തന്നെയാണ്. അത് സൂപ്പറാണ്, പറയാതിരിക്കാൻ പറ്റില്ല. വിനായകൻ അടിപൊളിയോ, ഒന്നും പറയാൻ. പിന്നെ അറിയാലോ, ഒരു സിനിമയുടെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പിന്നെ ഇതൊരു ചെറിയതായിട്ടൊന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വില്ലൻ്റെ കൂടത്തെ ആയി പോകും. ഇത് പക്ഷെ അങ്ങനെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി ഫാൻസിന് പോലും, അതായത് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ, അയാൾ ഇന്ന പോലെ മറ്റൊരു വില്ലൻ ക്യാരക്ടറോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്ന് വെച്ചോ, എന്നിരുന്നാൽ പോലും നമ്മൾ അയാളുടെ ഒപ്പം നിൽക്കുമല്ലേ. അതായത് നമുക്ക് അയാളോട് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. മോഹൻലാലായാലും മമ്മൂട്ടിയാന്ന് പറഞ്ഞാലും അവരോടൊരു പ്രത്യേക ആരാധനയൊക്കെയുള്ള ഫാൻ എന്ന് പറഞ്ഞാലോ, ആരാധന ഉള്ളത് കൊണ്ട് അയാൾ നെഗറ്റീവ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് അയാളുടെ കൂടത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ സ്ക്രിപ്റ്റിൻ്റെ പവർ കൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, ഒരു പ്രശ്നമില്ല. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മരിച്ചു പോയെന്ന് പറഞ്ഞാലും നമുക്ക് നോ പ്രോബ്ലം. മനസ്സിലായോ? ഇതിൽ കൂടുതൽ എനിക്ക് പറയാൻ പറ്റും. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും. മനസ്സിലായല്ലോ? അതാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, എൻജോയ് ചെയ്തു, അതിനുശേഷം വിട്ടു, അത്തരത്തിലുള്ള സിനിമയാണ്. അല്ലാതെ ഈ എക്കോ അല്ലെങ്കിൽ കിഷ്കിന്ദകാണ്ഡമൊക്കെ പോലെ ഉള്ള സിനിമകൾ പോലെ നമ്മൾ വീണ്ടും വന്നിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് എന്നാലും അതെങ്ങനെയാണ്, എന്നാലും ഇത് ഇങ്ങനെയാണ്, പല രീതിയിലായിട്ട് പല വ്യൂ പോയിന്റിൽ പലരും പലതും പറയുമല്ലോ, കഥേനെ വ്യാഖ്യാനിക്കുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഒന്നുമല്ല. പടം കണ്ടു, ഇഷ്ടപ്പെട്ടു, ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഒരു സിനിമയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്രൈം ത്രില്ലറാണ്, നല്ല രസമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ BGMൻ്റെയും സ്ക്രിപ്റ്റിൻ്റെ മെയിൻ പ്രത്യേകത ഡയറക്ഷനും എല്ലാം കൊണ്ടും പക്കയാണ്. കാരണം നമ്മൾ അതിൻ്റെ കൂട്ടത്തിലങ്ങ്, ഇപ്പോൾ വിനായകൻ കേസ് അന്വേഷിക്കുന്നു, ആ കൂട്ടത്തിൽ അയാളുടെ ഒപ്പം നമ്മൾ ഇങ്ങനെ അങ്ങ് സഞ്ചരിച്ചങ്ങ് പോവുക. ഇനി ഇതിൻ്റെ ക്ലൈമാക്സ് പെട്ടെന്ന് അങ്ങ് തീർത്ത പോലെ ഒരു ഫീൽ ഉണ്ടായി. അതായത് ടപ്പേന്ന് കണ്ടു, പെട്ടെന്ന് പ്രതിയെ കീഴടക്കി, അതോടെ പരിപാടി അങ്ങ് തീർത്ത് അവസാനിപ്പിച്ചു എന്ന് പോലെ. അതായത് ഇത്രയും നമ്മളിങ്ങനെ യാത്ര ചെയ്ത് ആ കേസിൻ്റെ ഒപ്പം നമ്മൾ യാത്ര ചെയ്ത് അവസാനം വന്നപ്പോഴേ പെട്ടെന്ന് കയറി പിടിച്ച് അവസാനം പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്ത പോലെ ഒരു സംഭവം നടന്നു. അതായത് പുള്ളി എങ്ങനെയൊക്കെ ഒട്ടുമിക്ക സിനിമകളിലുണ്ട്, പെട്ടെന്ന് ഒരാളെ പിടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് അയാളെ കുടിക്കുകയെന്നൊക്കെ കാണിക്കുമല്ലേ. അതൊരു നിസ്സാര പരിപാടി പോലെ പെട്ടെന്ന് ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. പടേനെ പുറകോട്ട് ഇങ്ങനെ കാണിക്കുമല്ലേ. അതായത് ഒരു സാധനം ഇപ്പോൾ ദൃശ്യത്തിനകത്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അവസാനം പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ കാണിക്കുമല്ലേ, എന്താണ് അവിടെ നടന്നതെന്ന് കാണിക്കാൻ. അന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇങ്ങനെ ബാക്കിലോട്ട് അതായത് എന്താ സംഭവിച്ചതെന്ന് ഇങ്ങനെ കാണിക്കുമ്പോഴേ ഇങ്ങനെയാണോ പിടിച്ചത്, പെട്ടെന്ന് അവിടെ കൊണ്ട് തന്നെ അങ്ങ് ടപ്പെന്ന് 2 പരിപാടി കാണിച്ചു നിർത്തി എന്ന പോലെ എനിക്ക് തോന്നി. അത് ക്ലൈമാക്സ് കുറച്ചും കൂടെ ഒരു സെറ്റപ്പ് ആയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ചെറിയ കല്ലുകടി പറഞ്ഞത് കൊണ്ട് ഇനിയിപ്പോൾ കുറേ ആൾക്കാർക്ക് എന്നോട് ഭയങ്കര വിരോധമായിരിക്കും. പക്ഷേ നമുക്ക് തോന്നിയ കാര്യം നമ്മൾ പറയുക എന്നുള്ളൂ. നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാലും മൊത്തത്തിൽ സിനിമ ഈ പറഞ്ഞ പോലെ കൊള്ളാം. ഇത് നഷ്ടമൊന്നുമില്ല, നഷ്ടബോധം വരത്തില്ല. നമുക്ക് പോയി കണ്ട് ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചുമ്മാ നിൽക്കുവാണെങ്കിൽ പുള്ളീനെ നിർബന്ധിച്ച് ചേട്ടാ കണ്ടില്ലേ ഭയങ്കര നഷ്ടമാണ്, എങ്ങനെയെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും സിനിമ പോയി കണ്ടോ എന്ന് പറയാനായിട്ടില്ല. അല്ലാതെ ഓക്കെ, കൊള്ളാം, നല്ല സിനിമ, ഇത്രേ ഉള്ളൂ.